അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ബിസ്മില്ലാഹിൽ അളീമിൽ ഖുദ്റതി വശ്ശാൻ ശദീദിൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിളുദ്ദീൻ വൽ ഖുർആൻ ബിസ്മില്ലാഹി മാഷാ അല്ലാഹു ഖാൻ أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ നമ്മുടെ ഈ സയ്യിദിയ്യ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഓരോരോ മജ്ലിസിൻ്റെ താഴെയും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുന്നവർ ദുആ വസിയത്തുകൾ, വാട്സപ്പിലേക്ക് ദുആ വസിയത്തുകൾ അറിയിക്കുന്നവർ, നേരിട്ട് വിളിച്ച് ദുആ വസിയത്തുകൾ അറിയിക്കുന്നവർ, നേരിൽ കണ്ട് ദുആ വസിയത്തുകൾ അറിയിക്കുന്നവർ. അർഹമുർ റഹീമീനായ അല്ലാഹ് അവരെ സകലമാന മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരെ ഹലാലായ മുറാദുകൾ അല്ലാഹ് നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരെ ഉദ്ദേശങ്ങൾ നീ പൂർണ്ണീച്ചു കൊടുക്കണേ അല്ലാഹ്. അവരെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. നീ ഹാസിലാക്കണേ തമ്പുരാനേ. ഈ സയ്യിദിയ്യ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് ഇഷ്ടം വെക്കുന്നവർ, ഇതിൻ്റെ മുഹിബ്ബീങ്ങൾ, ഇതിൻ്റെ പ്രചാരകർ, ഈ മജ്ലിസിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവർ, അല്ലാഹുവേ അവരുടെ സകലമാന പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അവരെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരെ ഉദ്ദേശങ്ങൾ നീ പൂർണ്ണീച്ചു കൊടുക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവേ അവർക്ക് നീ പരാജയം കൊടുക്കല്ലേ അല്ലാഹ്. അവർക്ക് നീ പരാജയം കൊടുക്കല്ലേ അല്ലാഹ്. അവരെ ഇൽമിൻ്റെ മജ്ലിസിനെയാണ് ഇഷ്ടം വെച്ചത്, ഈ സാദാത്തീങ്ങളെ മജ്ലിസിനെയാണ് അവര് ഇഷ്ടം വെച്ചതല്ലോ. അവരെ കൊയക്കല്ലോ അല്ലോ, അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലോ അല്ലോ. ഞങ്ങളെ ഉപ്പാപ്പമാരുടെ കാവൽ അവരെ ജീവിതത്തിൽ ഉടനീളം നീ നൽകണമല്ലോ. ഈ മജ്ലിസ് ഒരു ദിവസം പോലും മുടങ്ങാതെ കാണുന്നവരുണ്ട് അല്ലോ. അല്ലാഹുവേ തക്കതായ പ്രതിഫലം നീ കൊടുത്തനുഗ്രഹിക്കണേ അല്ലോ. തക്കതായ പ്രതിഫലം നീ കൊടുത്തനുഗ്രഹിക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഇന്ന് നമ്മൾ മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള ദിക്റാണ്. ഒരു ദിക്ർ മാത്രമല്ല, 2 ദിക്റും ഒരു സ്വലാത്തും. നിങ്ങൾ ചൊല്ലാൻ തയ്യാറാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ പകർന്നു നൽകാം. 1000 വർഷക്കാലം ഇബാദത്ത് ചെയ്താൽ കിട്ടുന്ന കൂലി ലഭിക്കുന്ന ഒരു ദിക്ർ. എന്ത് നമുക്ക് ചൊല്ലിക്കൂടെ? ചൊല്ലണ്ടേ മുഅ്മിനീങ്ങളെ, ചൊല്ലണ്ടേ. 1000 വർഷക്കാലം നമ്മൾ ഇബാദത്ത് ചെയ്താൽ കിട്ടുന്ന കൂലി ലഭിക്കുന്ന ഒരു ദിക്ർ എല്ലാ നിസ്കാരത്തിന് ശേഷവും ഒരു 3 പ്രാവശ്യം ചൊല്ലിയാൽ മതി, സ്ഥിരമായി ചൊല്ലിയാൽ മതി. ഈ മാസത്തിൽ നമ്മൾ ചൊല്ലിയാൽ ശ്രേഷ്ഠത വലുതാണ്, അതിൻ്റെ ഫളാഇൽ ശ്രേഷ്ഠത വലുതാണ്. അതുകൊണ്ട് ഈ മാസത്തിൽ നമ്മൾ ധാരാളമായി ചൊല്ലേണ്ട ദിക്റാണ് ഈ ദിക്ർ. 1000 വർഷക്കാലം നമ്മൾ ഇബാദത്ത് ചെയ്ത് കിട്ടുന്ന കൂലി ലഭിക്കുന്ന ഒരു ദിക്ർ നമുക്ക് ചൊല്ലിക്കൂടെ? ഞാൻ പഠിപ്പിച്ചിരട്ടെ, നിങ്ങൾക്കത് അറിയണ്ടേ? ഈ ദിക്റിനെ പറ്റി നിങ്ങൾക്ക് പഠിക്കണ്ടേ? ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്.
അതുമാത്രമല്ല ഹബീബായ തങ്ങൾ നമ്മൾ നിലകൊള്ളുന്ന മാസം വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസമാണ്. നമ്മളിലേക്ക് വരുന്നത് പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാനാണ്. നമ്മളിലേക്ക് ഓരോ ദിവസവും കഴിയുന്തോറും നമ്മളിലേക്ക് അടുത്ത് കൊണ്ടുവരുന്നത്. ശഅബാൻ മാസത്തിലെ പവിത്രമാക്കപ്പെട്ട ദിനരാത്രങ്ങളാണ് നമ്മളിലേക്ക് അടുത്തുകൊണ്ടുവരുന്നത്. നല്ല നല്ല രാവുകളാണ് നമ്മളിലേക്ക് അടുത്തുകൊണ്ടുവരുന്നത്. നമ്മളിലേക്ക് വരാനിരിക്കുന്നത് പവിത്രമാക്കപ്പെട്ട റമളാൻ മാസം. റമളാനിനെ ഞങ്ങളിലേക്ക് നീ അടുപ്പിക്കണേ അല്ലാഹ്. റമളാൻ ഞങ്ങളിലേക്ക് നീ അടുപ്പിക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങൾ എപ്പോഴും ചൊല്ലാറുള്ള റജബ് വരുമ്പോൾ, ശഅബാൻ വരുമ്പോൾ ഹബീബായ തങ്ങൾ പതിവാക്കാറുള്ള ദിക്ർ. റമളാൻ നമുക്ക് കൂടണ്ടേ, ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കണം. വിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിന്റെ ലൈലത്തുൽ ഖദറിന്റെ രാവുകളൊക്കെ മഹത്താക്കപ്പെട്ട രാവുകളും ദിനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഓഫറായി നമുക്ക് തന്ന മാസമാണ് പവിത്രമാക്കപ്പെട്ട റമളാൻ മാസം. ആ മാസം നമ്മളിലേക്ക് അടുക്കാൻ വേണ്ടി അല്ലാഹുവേ ഈ റമളാനിനെ ഞങ്ങളിലേക്ക് നീ അടുപ്പിക്കണേ അല്ലാഹ്. റമളാനിൽ ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ റമളാൻ അവസാനത്തെ ഒടുക്കത്തെ റമളാനാക്കി ഞങ്ങൾ നീ മാറ്റല്ലേ അല്ലാഹ്. എപ്പോഴും ദുആ ചെയ്യണം. റമളാൻ നമ്മളിലേക്ക് ഇങ്ങനെ അടുക്കാൻ വേണ്ടി ഹബീബായ തങ്ങൾ എപ്പോഴും ചൊല്ലുന്ന ദിക്ർ നമുക്കൊന്ന് ചൊല്ലണം, നമുക്കൊന്ന് പഠിക്കണം മുഅ്മിനീങ്ങളെ. പിന്നെയോ 80 വർഷക്കാലത്തെ ദോഷം പൊറുക്കുന്ന ഒരു സ്വലാത്ത്, ഷഹ്റു സ്വലാത്ത്. ഇത് സ്വലാത്തിന്റെ മാസമാണ്. അതല്ലേ ഹബീബായ തങ്ങൾ പറഞ്ഞത്, ശഅബാൻ ഷഹ്രി. ശഅബാൻ ഹബീബായ തങ്ങളിലേക്ക് ചേർത്തുകൊണ്ടാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്. അതിനെ വിശേഷിപ്പിച്ചത് ശഅബാൻ ഷഹ്രി. ശഅബാൻ എൻ്റെ മാസമാണ്, അതുകൊണ്ട് ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. ഷഹ്റു സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസം. ശഅബാൻ മാസം എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ ശഅബാനിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. അതിൽപ്പെട്ട ഒരു സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 80 വർഷക്കാലത്തെ ദോഷം അല്ലാഹു പൊറുക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ച സ്വലാത്ത്. അതുമാത്രമല്ല, മഹാനായ ശാഫിഈ ഇമാം അവിടുന്ന് രേഖപ്പെടുത്തുന്നു, അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, ഈ പവിത്രമാക്കപ്പെട്ട ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഹബീബായ തങ്ങളെ മനാമിലൊന്ന് ദർശിക്കാം. എപ്പോഴാണ് നമ്മൾ ചൊല്ലേണ്ടത്? വെള്ളിയാഴ്ച രാവിൽ ആരെങ്കിലും ഈ സ്വലാത്തിനെ ചൊല്ലിയാൽ ഹബീബായ തങ്ങളെ മനാമിലൊന്ന് കാണാം. കണ്ടില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ചൊല്ലണമെന്ന് മഹാനായ ശാഫിഈ ഇമാം അവിടുന്ന് ഉദ്ധരിക്കുന്നു. മഹാനായ ശാഫിഈ ഇമാം പറയുന്നു, ഈ സ്വലാത്തിന് ആരെങ്കിലും ചൊല്ലിയാൽ ഹബീബായ തങ്ങളെ മനാമിൽ ദർശിക്കാൻ കഴിയും. അല്ലാഹുവേ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ പാപികൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അതാണ് അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ നിഅമത്ത്, ഏറ്റവും വലിയ അനുഗ്രഹം. അല്ലാഹുവേ നീ നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ പൂമേനി ഒന്ന് ദർശിക്കാൻ ഞാൻ പറയാറുണ്ട്, കണ്ടവർ ധാരാളമുണ്ട്. ധാരാളം ആലിമീങ്ങൾ കണ്ടതാണ്, ധാരാളം മഹത്തുക്കൾ കണ്ടതാണ്, ധാരാളം ഉമ്മമാർ കണ്ടതാണ്, നമ്മളെ മജ്ലിസ് കാണുന്ന ധാരാളം ആളുകൾ കണ്ടതാണ് ഹബീബായ തങ്ങളെ പൂമേനി. ആ പൂമേനി ഒന്ന് ദർശിക്കാൻ, ഹബീബായ തങ്ങളെ ചാരത്തൊന്നെത്താൻ ഈ മാസത്തിൽ ചൊല്ലിക്കോ. ചൊല്ലിയവർ അവിടെ എത്തി. ചൊല്ലിയവര് ആ പുണ്യമാക്കപ്പെട്ട ഹബീബായ തങ്ങളെ റൗളാ ഷരീഫിലേക്ക് എത്തി. നമുക്കും എത്തണ്ടേ മുഅ്മിനീങ്ങളെ? ആഗ്രഹമാണ്, നമ്മുടെ ആഗ്രഹമാണ്, ആഗ്രഹം വേണം. ചൊല്ലിക്കോ ഈ മാസത്തിൽ ധാരാളം സ്വലാത്തുകൾ. അങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് മജ്ലിസിൽ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ചൊല്ലണം. നമുക്ക് എന്നിട്ട് പൊട്ടിക്കരഞ്ഞ് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് 2 കരങ്ങൾ ഉയർത്തി പൊട്ടിക്കരഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹുവേ
നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വലാത്തിലേക്ക് ദിക്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്ലിസിൽ പറയുന്നത് പോലെ ധാരാളം ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ മജ്ലിസിലേക്ക് നിരന്തരമായി ബന്ധപ്പെടുന്നത്. പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പല പൈശാചികമായ ഉപദ്രവത്തിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ, പല തടസ്സത്തിലും ബുദ്ധിമുട്ടിലും ഇടങ്ങേറിലും കുടുങ്ങി നിൽക്കുന്ന ആളുകൾ, വിവാഹ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ, പല പ്രയാസങ്ങൾ, പല ജാതി പ്രയാസങ്ങൾ, പൈശാചിക മേഖലയിൽ പലതായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഞങ്ങളുമായി നിരന്തരം ബന്ധപ്പെടാറുണ്ട്. അവർക്കുള്ള കാര്യങ്ങൾ ഇബ്താലിയത്ത്, അതിൻ്റെ ബാത്തിലിയത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. പല ഭാഗങ്ങളിൽ നിന്നാണ് അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, ദുരിതങ്ങൾ പറഞ്ഞുകൊണ്ട്, ഇടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട് മജ്ലിസിലേക്ക് വിളിക്കുന്നത്. അവരൊക്കെ ചോദിക്കുന്നത് ഇനി എന്നാണ് തങ്ങളെ കൺസൾട്ടിംഗ് ഉള്ളത്, നേരിട്ടൊന്ന് കാണാനായിരുന്നു എന്നാണുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് കൺസൾട്ടിംഗ് ഉള്ളത്, ഇന്ന് കൺസൾട്ടിംഗ് ഉണ്ട്, ഇന്ന് തിങ്കളാഴ്ചയാണ് എന്നുള്ളത്. ഇനി അത് കഴിഞ്ഞാൽ ശനിയാഴ്ചത്തേക്കാണ് ഇനി ബുക്കിംഗ് ചെയ്യേണ്ടത്. നിങ്ങൾ ബുക്ക് ചെയ്ത് വരേണ്ടത് ശനിയാഴ്ചത്തേക്ക്. ഇൻഷാ അല്ലാഹ് ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞ് ഇൻഷാ അല്ലാഹ് വരാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അനുഭവിക്കുന്ന സകലമായ പ്രയാസം അല്ലാഹ് നീ മാറ്റി നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളുടെ പ്രയാസങ്ങളെ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെ, ഇടങ്ങേറുകളെ അല്ലാഹ് നീ മാറ്റി നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബർക്കത്ത് ഏറ്റി നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ മുസീബത്തിൽ നിന്ന്, ഇടങ്ങേറിൽ നിന്ന്, പൈശാചികമായ ഉപദ്രവത്തിൽ നിന്നല്ലോ ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. സിഹറിന്റെ പ്രയാസത്തില് ഈ ധാരാളം വർഷക്കാലമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് അല്ലാഹ്. അതിൽ നിന്ന് വലിയ സലാമത്ത്, വലിയ ബാത്തിനിയത്ത് നീ നൽകണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്ലിസിലേക്ക് കടക്കാം. നീട്ടിക്കൊണ്ടുപോകുന്ന നമുക്ക് മജ്ലിസിലേക്ക് കടക്കാം. എന്താണ് ആ ദിക്ർ? 1000 വർഷം ഇബാദത്ത് ചെയ്താൽ കിട്ടുന്ന കൂലി ലഭിക്കുന്ന ദിക്ർ ഏതാണ്? ഏതാണ് ആ ദിക്ർ? അതുമാത്രമല്ല, ആ ദിക്റിന്റെ മഹത്വം ഈ മാസത്തിൽ നമ്മൾ ധാരാളം അധികരിപ്പിക്കണം ഈ ദിക്ർ. അതുമാത്രമല്ല, തിന്മയുടെ വഴി അല്ലാഹു മാറ്റിത്തരും. നമ്മൾ എന്താണ്, നമ്മൾ തിന്മയിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ അല്ലാഹു അതിൽ നിന്ന് നന്മയുടെ വഴി നമുക്ക് തിരഞ്ഞെടുത്ത് നൽകും. അതുമാത്രമല്ല, നന്മ തിന്മകൾ എഴുതുന്ന കിതാബിൽ ഈ ദിക്ർ ആരെങ്കിലും ചൊല്ലിയാൽ തിന്മ അല്ലാഹു മായ്ക്കും, അത് നന്മയായിട്ട് അല്ലാഹു എഴുതപ്പെടും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ച മഹത്താക്കപ്പെട്ട ദിക്ർ. അതുമാത്രമല്ല, നാളെ അന്ത്യനാളിൽ ആഖിറത്തില് അല്ലാഹു നമ്മളെ മുഖത്തെ അല്ലാഹു വെട്ടി തിളക്കപ്പെടും. തിളങ്ങി നിൽക്കും നമ്മുടെ മുഖം. ആഖിറത്തിൽ നമ്മുടെ മുഖം അല്ലാഹു തിളക്കി നൽകും. അതുമാത്രമല്ല, അമ്പിയാക്കളോടുകൂടെ സ്വർഗത്തിൽ കടക്കാനുള്ള അവസരം. അങ്ങനെയുള്ള ധാരാളം മഹത്വമുള്ള ദിക്റാണ് ഈ ദിക്ർ. 1000 വർഷം ഇബാദത്ത് ചെയ്താൽ കിട്ടുന്ന കൂലി ലഭിക്കുന്ന ദിക്ർ. അല്ലാഹു തിന്മയുടെ വഴി അല്ലാഹു മാറ്റി നന്മയുടെ വഴിയിലേക്ക് അല്ലാഹു നമ്മളെ സഞ്ചരിപ്പിക്കും. അതുമാത്രമല്ല നാളെ നന്മ തിന്മകൾ എഴുതപ്പെടുന്ന കിതാബിൽ തിന്മ അല്ലാഹു മായ്ച്ച് അത് നന്മയായിട്ട് എഴുതപ്പെടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. അതുമാത്രമല്ല എൻ്റെ മുഅ്മിനീങ്ങളെ, അതുമാത്രമല്ല നാളെ അമ്പിയാക്കളോടുകൂടെ സിദ്ദീഖീങ്ങളോടുകൂടെ സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹു നമുക്ക് അവസരം നൽകുന്ന ദിക്ർ. അതുമാത്രമല്ല നാളെ ആഖിറത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് മുഖം അല്ലാഹു വെട്ടിത്തിളക്കപ്പെടും. തിളങ്ങി നിൽക്കും നമ്മുടെ മുഖം. എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം 3 പ്രാവശ്യമാണ് ഈ മഹത്താക്കപ്പെട്ട ദിക്ർ നമ്മൾ ചൊല്ലേണ്ടത്. ഈ മാസത്തിൽ ചൊല്ലിയാൽ വളരെയധികം മഹത്വമുള്ള ദിക്ർ. എല്ലാ മാസത്തിലും നമുക്ക് ചൊല്ലാം. ഈ മാസത്തിൽ ചൊല്ലിയാൽ വലിയ ശ്രദ്ധകൾ ലഭിക്കുന്ന ദിക്ർ. എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം 3 പ്രാവശ്യം നിങ്ങൾ ചൊല്ലണം.
ഏതാണ് ആ ദിക്റ്? ഏതാണ് ആ ദിക്റ്? എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റുചൊല്ലണേ. ഒരു 11 പ്രാവശ്യം എൻ്റെ കൂടെ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഏറ്റുചൊല്ല്. നമുക്ക് ചൊല്ലാം. ഈ സയ്യിദിയ മജ്‌ലിസിലിരുന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ഏറ്റുചൊല്ലാം. എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ല്. ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. അർഹമർ റഹീമീനായ തമ്പുരാനെ, ഈ ദിക്ർ ഞങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങളെ നീ മാറ്റി നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഐശ്വര്യം നീ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഈ ദിക്റിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും ഇതുകൊണ്ട് നീ തീർത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഇടങ്ങേറുകൾ നൽകല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് മുസീബത്തുകൾ നൽകല്ലേ അല്ലാഹ്. അർഹമർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ ചെയ്ത എല്ലാ നന്മകളും അർഹമർ റഹീമീനായ അല്ലാഹ് ഈ നന്മ എഴുതുന്ന കിതാബിൽ നീ രേഖപ്പെടുത്തണേ അല്ലാഹ്. തിന്മകളെ നീ മായ്ച്ചു നൽകണേ അല്ലാഹ്. മായ്ച്ചു നൽകണേ അല്ലാഹ്. 1000 വർഷം ഇബാദത്ത് ചെയ്താൽ കിട്ടുന്ന കൂലി ലഭിക്കുന്ന ദിക്റാണ് അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. അമ്പിയാക്കളോടുകൂടെ സിദ്ദീഖീങ്ങളോടുകൂടെ സ്വർഗത്തിൽ കിടക്കുന്ന മുത്തഖീങ്ങൾ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. നീ പെടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. നീ പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അർഹമർ റഹീമീനായ അല്ലാഹ്, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്തതായിട്ട് പവിത്രമാക്കപ്പെട്ട ഈ ശഅബാൻ മാസത്തിൽ സ്വലാത്തിന്റെ മാസമാണ്. ധാരാളം സ്വലാത്തുകൾ നമ്മൾ അധികരിപ്പിക്കേണ്ട മാസമാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞത്, ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയാൽ കാന മഈ ഫിൽ ജന്ന, അവൻ എന്നോടുകൂടെ സ്വർഗത്തിൽ എന്നോടുകൂടെ ആയിരിക്കുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞ ഈ പവിത്രമാക്കപ്പെട്ട ശഅബാൻ മാസത്തിൽ ധാരാളം സ്വലാത്തുകൾ നമ്മൾ ചൊല്ലണേ. ധാരാളം സ്വലാത്തുകൾ ചൊല്ലി ഹബീബായ തങ്ങളോടൊപ്പം സ്ഥാനം സ്വർഗത്തിൽ നമ്മൾക്ക് പിടിക്കണ്ടേ. തൊട്ടടുത്ത സീറ്റ് നമുക്ക് ലഭിക്കണ്ടേ. ഇൻഷാ അല്ലാഹ് ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ നിങ്ങൾക്ക് ദർശിക്കാമെന്ന് മഹാനായ ശാഫിഈ ഇമാം പറഞ്ഞ ഈ പുണ്യമാക്കപ്പെട്ട സ്വലാത്ത് നമ്മൾ അധികരിപ്പിക്കണേ. 80 വർഷക്കാലത്തെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഉണർത്തിയ ഈ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ധാരാളം മഹത്വങ്ങൾ നിറഞ്ഞ അത്ഭുതകരമായിട്ടുള്ള ഈ സ്വലാത്ത് എൻ്റെ കൂടെ നിങ്ങൾ ഒരു 11 പ്രാവശ്യം നിങ്ങൾ ഏറ്റുചൊല്ല്. എൻ്റെ കൂടെ ഈ സയ്യിദിയ മജ്‌ലിസിലിരുന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലണ്ടേ. ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാം.
ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ എൻ്റെ കൂടെ നിങ്ങൾ 11 പ്രാവശ്യം ചൊല്ല്. ഏതാണ് ആ സ്വലാത്ത്? ഏതാണ് ആ സ്വലാത്ത്? ഇൻഷാ അല്ലാഹ് ഒരു 11 പ്രാവശ്യം ചൊല്ല്. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു 11 പ്രാവശ്യം നിങ്ങൾ ചൊല്ല്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വന്നബിയിക വറസൂലിക നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. رحم الراحمين يا الله ഈ സ്വലാത്തിനെ ഞങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ആരംഭപ്പൂവായ അഷ്റഫുൽ ഹൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ഷരീഫിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്, നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവിടുത്തോടൊപ്പം സ്വർഗ്ഗത്തിൽ കിടക്കുന്ന മുത്തഖീകൾ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, നീ ചേർക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, അവിടുത്തെ പൂമേനി ഒന്ന് മനാമിലൊന്ന് ദർശിക്കാൻ ഈ പാപികൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. കണ്ണടയുന്നതിന് മുമ്പ് റൗള ഷരീഫിലേക്കൊന്ന് ചെന്ന് അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ് എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറയാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ മാസത്തിൽ ഞങ്ങൾ ധാരാളം സ്വലാത്തുകൾ ചൊല്ലി അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ റൗള ഷരീഫിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ അല്ലാഹ്. അതിൻ്റെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങളെ നീ മാറ്റി നൽകണേ അല്ലാഹ്, ഞങ്ങളെ ബുദ്ധിമുട്ടുകളെ എടങ്ങേറുകളെ നീ മാറ്റി നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഖൈറിൻ്റെ കവാടങ്ങൾ നീ തുറന്നിട്ട് നൽകണേ അല്ലാഹ്, ഷർറിൻ്റെ കവാടങ്ങൾ നീ കൊട്ടിയടക്കണേ അല്ലാഹ്, നീ കൊട്ടിയടക്കണേ അല്ലാഹ്. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്, ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം വിയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങൾ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, നീ ചേർക്കണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്ത എല്ലാ നന്മകളും അർഹമുർ റഹീമീനായ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്ത എല്ലാ ഇബാദത്തുകളും നീ സ്വീകരിക്കണേ അല്ലാഹ്, എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാഹ്, എല്ലാ ദിക്റുകളും നീ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ ഞങ്ങൾ ചൊല്ലിയ എല്ലാ സ്വലാത്ത്
സ്വലാത്തിനെയും നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാ. കിബ്റില്ലാത്ത അസദില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ അല്ലാ. നീ കഴുകി ശുദ്ധീകരിക്കണേ അല്ലാ. പവിത്രമാക്കപ്പെട്ട റമളാനിനെ ഞങ്ങളിലേക്ക് നീ അടുപ്പിക്കണേ അല്ലാ. ഞങ്ങളെ റമളാനിലേക്ക് നീ അടുപ്പിക്കണേ അല്ലാ. ധാരാളം അമലുകൾ ചെയ്യാൻ, ധാരാളം ഇബാദത്തുകൾ ചെയ്യാൻ, ധാരാളം ഖത്മുകൾ പൂർത്തീകരിക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ ഭാഗ്യം നൽകണേ അല്ലാ. റമളാനിൽ ധാരാളം അമലുകൾ ചെയ്യാൻ, നന്മകൾ അധികരിപ്പിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ. ദീർഘായുസ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. ഈ റമളാനിൽ കൂടാനും ഇബാദത്തുകൾ ചെയ്യാനും ഭാഗ്യം നൽകണേ അല്ലാ. ഈ റമളാൻ ഒടുക്കത്തെ റമളാനാക്കി ഞങ്ങൾ നീ മാറ്റല്ലേ അല്ലാ. നീ മാറ്റല്ലേ അല്ലാ. നീ മാറ്റല്ലേ അല്ലാ. റമളാനിൽ കൂടാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ. ഈ മാസത്തിൽ ധാരാളം അമലുകൾ ചെയ്തു അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാ. സ്വലാത്തിനെ നീ സ്വീകരിക്കണേ അല്ലാ. അത് കാരണത്താൽ ഞങ്ങളെ മുറാദുകളെ നീ പൂവണിയിക്കണേ അല്ലാ. ഹാസിലാക്കി നൽകണേ അല്ലാ. ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളെ ഉദ്ദേശങ്ങളെ നീ പൂവണിയിച്ച് നൽകണേ അല്ലാ. പൂവണിയിച്ച് നൽകണേ അല്ലാ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ധാരാളം മുറാദുകൾ പറഞ്ഞവരുണ്ട് അല്ലാ. അവരെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. നീ ഹാസിലാക്കണേ അല്ലാ. ഭർത്താക്കന്മാരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഭർത്താക്കന്മാരെ നീ നന്നാക്കണേ അല്ലാ. അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാ. അവരെ ദുശീലങ്ങളെ, അവരെ ദുസ്വഭാവങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ. നീ മാറ്റി കൊടുക്കണേ അല്ലാ. നിസ്കാരമില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. അവർക്ക് അല്ലാ ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സിനെ കൊടുക്കണേ അല്ലാ. മനസ്സിനെ കൊടുക്കണേ അല്ലാ. അവരെ നന്നാക്കണേ അല്ലാ. ലഹരി ഉപയോഗമുണ്ട് തങ്ങളെ, പൊട്ടിക്കരഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവരുണ്ട് അല്ലാ. അവരെ ലഹരി ഉപയോഗങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. മാറ്റി കൊടുക്കണേ അല്ലാ. അവർക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ അല്ലാ. നല്ല ബുദ്ധിയെയും നല്ല മനസ്സിനെയും അവരെ ഹൃദയത്തിലേക്ക് നീ ഇട്ട് കൊടുക്കണേ അല്ലാ. ഇട്ട് കൊടുക്കണേ അല്ലാ. മക്കളുടെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ. റൗഡികളും തമ്മാടികളും ആക്കല്ലോ അല്ലാ. ലഹരിക്ക് അടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ലോ അല്ലാ. മക്കളുടെ കാരണത്താൽ കണ്ണീര് വാർക്കുന്ന മാതാപിതാക്കളിൽ ഞങ്ങളെ ചേർക്കല്ലേ അല്ലാ. ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാ. ഉൾപ്പെടുത്തല്ലേ തമ്പുരാനെ. ഞങ്ങളെ മക്കൾക്ക് ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാ. അവരെ പരീക്ഷയിലും പരീക്ഷണങ്ങളിലും അവരെ നീ വിജയിപ്പിക്കണേ അല്ലാ. അവർക്ക് വലിയ വിജയം നീ പ്രദാനം ചെയ്യണേ അല്ലാ. നീ പ്രദാനം ചെയ്യണേ അല്ലാ. അവരെ നന്നാക്കണേ അല്ലാ. അവർക്ക് വിവാഹ തടസ്സങ്ങളുള്ളവർ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവരുണ്ട് അല്ലാ. അല്ലാഹുവേ തടസ്സങ്ങൾ മാറ്റി ഹൈറായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ. നീ അടുപ്പിക്കണേ അല്ലാ. നീ അടുപ്പിക്കണേ തമ്പുരാനെ. അവർക്ക് ഹൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാ. മക്കളെ നീ നന്നാക്കണേ അല്ലാ. നാട്ടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല പൊന്നുമക്കളാക്കണേ അല്ലാ. നല്ല പൊന്നുമക്കളാക്കണേ അല്ലാ. ധാരാളം ആളുകൾ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. ഹൈറായ ഒരു ഭവനം നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അതിന് ഭൂമിയില്ല തങ്ങളെ, വീട് വെക്കാൻ ഒരു ഭൂമിയില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ. അല്ലാഹുവേ അതിനുള്ള സമ്പത്ത് നീ കൊടുക്കണേ അല്ലാ. നീ അടുപ്പിക്കണേ അല്ലാ. ഹൈറായ ഒരു വീട് വെക്കാനുള്ള ഒരു ഭൂമിയും ഒരു വീടും നീ അടുപ്പിക്കണേ അല്ലാ. നീ അടുപ്പിക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ. കടങ്ങളിൽ പ്രയാസമാണ് തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ. നീ എളുപ്പമാക്കണേ അല്ലാ. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ.
അല്ലാ. അവരെ രോഗങ്ങളെ പരിപൂർണമായി നീ ശിഫാ കൊടുക്കണേ അല്ലാ. മാരകമായ ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള മാരകമായ രോഗങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ അല്ലാ. മൂത്രത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അവസ്ഥ അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അത്തരം രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അത്തരം രോഗം ഞങ്ങൾ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു, ഈ ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു. മക്കള് പറയുന്ന അവസ്ഥ ഞങ്ങളെ കെടുത്തല്ലേ അല്ലാ, ഞങ്ങളെ കെടുത്തല്ലേ അല്ലാ. മരണം ഹൈറാകുന്ന സമയത്ത് നല്ലവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ, ഞങ്ങളെ ചേർക്കണേ അല്ലാ. ധാരാളം പ്രവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ലേ അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ലേ അല്ലാ, അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാ. അല്ലാ പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ലേ അല്ലാ. അവരെ എല്ലാ പ്രയാസങ്ങളും നീ തീർത്തു കൊടുക്കണേ അല്ലാ. അവരെ ജോലിയിലെ ബുദ്ധിമുട്ടുകൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അവരെ ജീവിതത്തിലെ സകലമായ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അവർക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഐശ്വര്യം നീ പ്രദാനം ചെയ്യണേ അല്ലാ. അവരെ ജോലിയിലും ബിസിനസ്സിലും നീ ബർക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുന്ന ധാരാളം പ്രവാസികളുണ്ട് അല്ലാ. അല്ലാഹുവേ പ്രവാസ ജീവിതം നീ ഖൈറിലാക്കണേ അല്ലാ, ബർക്കത്തിലാക്കണേ അല്ലാ. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ അറബിക്കടലും കടന്ന് അക്കരെ മീശത്തും തേടിപ്പോയവരാണ് അല്ലാ. അല്ലാഹ് അവരെ കൊയക്കല്ലേ അല്ലാ, അവരെ കൊയക്കല്ലേ അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ലേ അല്ലാ, അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാ. എൻ്റെ ദ്വീപിലുള്ള എൻ്റെ സഹോദരി സഹോദരന്മാർ അർഹമുർ റഹീമീനായ അല്ലാ, പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇടങ്ങേറുകളോ അവർക്ക് നീ കൊടുക്കല്ലേ അല്ലാ, അവർക്ക് നീ കൊടുക്കല്ലേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങളെ നീ കാത്തോളണേ അല്ലാ, ഞങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാ. ഷർറിന്റെ കവാടങ്ങളല്ലാ ഞങ്ങൾ നീ കൊട്ടി അടക്കണേ അല്ലാ. ഖൈറിന്റെ കവാടങ്ങളല്ലാ ഞങ്ങൾ നീ തുറന്നിട്ട് നൽകണേ അല്ലാ, നീ തുറന്നിട്ട് നൽകണേ തമ്പുരാനെ. സാഹിരീങ്ങളെ സിഹ്റിനത്തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ, മാക്കരിങ്ങളെ മക്റിനത്തൊട്ട് കാക്കണേ അല്ലാ, ഫത്താനീങ്ങളെ ഫിത്നയെത്തൊട്ട് കാക്കണേ അല്ലാ, ളാലിമീങ്ങളെ ദുൽമിനെത്തൊട്ട് കാക്കണേ അല്ലാ, ഐനീങ്ങളെ ഐനത്തൊട്ട് കാക്കണേ അല്ലാ, ചതിയന്മാരെ ചതിയത്തൊട്ട് കാത്ത് സംരക്ഷിക്കണേ അല്ലാ, കാത്ത് സംരക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് അല്ലാ, നീ അവരെ സ്നേഹിക്കണേ അല്ലാ, നീ അവരെ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. മജ്ലിസിനെ സഹായിക്കുന്നവർ ധാരാളമുണ്ട് അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, നീ അവരെ സഹായിക്കണേ അല്ലാ, നീ അവരെ സഹായിക്കണേ അല്ലാ. അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാ, അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ലേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിലേക്ക് ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമുള്ള ഇവിടെ വരുന്നവർക്ക് ചായ കൊടുക്കാമെന്ന് ഏറ്റ ഒരു സഹോദരി ഉണ്ട് അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, അവർക്ക് പ്രയാസം കൊടുക്കല്ലേ അല്ലാ. തങ്ങളെ എല്ലാ ആഴ്ചയിലും ഞാൻ ചായ തരാം, അതിലേക്കുള്ള കടി ഞാൻ തരാമെന്ന് പറഞ്ഞ ആ സഹോദരി അല്ലാഹുവേ ദീർഘായുസ്സും ആഫിയത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ. ആ സഹോദരിയുടെ സകലമായ രോഗങ്ങളും അല്ലാ പരിപൂർണമായി ശിഫാ കൊടുക്കണേ അല്ലാ. ആ സഹോദരിക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാ. അവരുടെ ജീവിതത്തിൽ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, അവരെ ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, അവരെ മക്കളിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, അവരെ സകലമായ കാര്യങ്ങളിൽ നീ റാഹത്ത് ഏറ്റി കൊടുക്കണേ അല്ലാ. അവരുടെ പൈശാചികമായ ഉപദ്രവങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. പൈശാചികമായ ഉപദ്രവങ്ങൾ ആ സഹോദരിയുടെ കുടുംബത്തിന് നീ കൊടുക്കല്ലേ അല്ലാ. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുന്നവരാണ് അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, നീ കാത്തോളണേ അല്ലാ. അങ്ങനെ പറഞ്ഞ് ധാരാളമായി സഹായിക്കുന്നവരുണ്ട് അല്ലാ, നീ അവരെ സഹായി
സഹായിക്കണേ അല്ലാ, നീ അവരെ കബൂലാക്കണേ അല്ലാ, നീ അവരെ കാത്തോളണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങൾക്ക് കഷ്ടപ്പാടുകൾ നൽകല്ലേ അല്ലാ, ഞങ്ങൾക്ക് പ്രയാസങ്ങൾ നൽകല്ലേ അല്ലാ, ഞങ്ങൾക്ക് ദുരിതങ്ങൾ നൽകല്ലേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ വെറുത്താൽ ആ വെറുപ്പ് കൊണ്ട് ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല അല്ലാ. നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാ, ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണേ അല്ലാ, ഞങ്ങൾക്ക് പ്രയാസങ്ങൾ നൽകല്ലേ അല്ലാ. ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങൾ ഇഷ്ടം വെച്ചാൽ ആ ഇഷ്ടം കൊണ്ട് ഞങ്ങൾക്കൊരു നേട്ടവുമില്ല തമ്പുരാനെ. നീ ഞങ്ങളെ ഇഷ്ടം വെക്കണേ അല്ലാ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ, നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാ ഞങ്ങൾക്ക് വിജയം നീ നൽകണേ അല്ലാ, മനസ്സമാധാനം നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ കൊയക്കല്ലേ അല്ലാ, നീ കൊയക്കല്ലേ അല്ലാ. ധാരാളം ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഈ ഇമ്മരപ്പടിയിലേക്ക് വന്ന് പ്രയാസങ്ങൾ പറയുന്നവരുണ്ട് അല്ലാ. അവരെ പ്രയാസങ്ങളെയും അവരെ ബുദ്ധിമുട്ടുകളെയും നീ തീർത്ത് സലാമത്ത് നീ കൊടുക്കണേ അല്ലാ, നീ സലാമത്ത് കൊടുക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാ, ഈമാൻ പരിപൂർണമാക്കണേ അല്ലാ. ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാ, അവരെ ഖബറിടം നീ റാഹത്തിനാക്കണേ അല്ലാ, സ്വർഗ്ഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ച് അമ്മിഞ്ഞപ്പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉമ്മ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഉമ്മാന്റെ ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാലത നൽകണേ അല്ലാ. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരുകി തീർന്നതുപോലെ ഒരുകി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാ, നീ വിശാല നൽകണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ അതുപോലെ ഞങ്ങളും മൗത്താകുമല്ലാ. ഞങ്ങളെ വീടിൻ്റെ ഇമ്മരപ്പടിയിൽ ഉണക്കക്കട്ടിൽ ഞങ്ങളങ്ങ് മലർത്തിക്കെടുത്തുമല്ലാ. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കിൽ പഞ്ഞി തിരുകപ്പെടുമല്ലാ. ആ സമയത്ത് മുഖത്തീമാനിൻ്റെ പ്രഭ നൽകണേ അല്ലാ, മുഖത്തീമാനിൻ്റെ പ്രഭ നൽകണേ അല്ലാ. വഴിയോരങ്ങളിലൂടെ ഞങ്ങളെ ജനാസയും ചുമന്നു പോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണേ അല്ലാ, ഈ ചേർക്കണേ അല്ലാ, ഈ ചേർക്കണേ തമ്പുരാനെ. ഞങ്ങളെ ഖബറിലേക്ക് ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് അങ്ങ് ഇറക്കി വെക്കുന്ന സമയത്ത് ഖബറിൽ രക്ഷ നൽകണേ അല്ലാ. എൻ്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണേ അല്ലാ. ഞങ്ങൾ ചെയ്ത അമാലുകളെ ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാലത നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുക്കല്യാണം 2 കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഹുദവി നൽകണേ അല്ലാ, ഏറ്റമേറ്റം ഹുദവി നൽകണേ അല്ലാ. നിന്റെ കത്തിക്കരിയുന്ന ഭീകരമായ ഭയാനകരമായ നരകം അല്ലാ ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാ, നീ ഹറാമാക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, നിന്റെ സ്വർഗ്ഗം അല്ലാ ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാ. നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാ ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാ, നീ ഹറാമാക്കണേ അല്ലാ. ബിസ്മില്ലാഹിൽ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരിൽ ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സലാം.
നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മളെ മജ്ലിസ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോസ്റ്റർ കാണാം. ഇവിടെ സയ്യിദിയ മജ്ലിസിൻ്റെ കീഴിൽ എൻ്റെ നേതൃത്വത്തിൽ ഇരു ഹറമകളിലേക്ക് ഉംറ സർവീസ് ഇൻഷാ നടത്തുന്നുണ്ട്. ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാവരും ആഗ്രഹിച്ച് മനസ്സിൽ അതിരറ്റു പുതിയായി നടക്കുന്നവരാണ്. നമ്മളെ കമൻറ്റ് ബോക്സിൽ തന്നെ ധാരാളം ആളുകൾ അറിയിക്കുന്നുണ്ട്, വിളിച്ചറിയിക്കുന്നവർ, മെസ്സേജുകൾ അയച്ചറിയിക്കുന്നവർ, ആഗ്രഹിക്കുന്ന ആളുകൾ ആ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി സീറ്റുകൾ ബുക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക. ആ പുണ്യമാക്കപ്പെട്ട ഭൂമിയിലൊന്ന് ചെല്ലാനും മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് അനുഗ്രഹിക്കണേ അല്ലാഹ്. നീ തൗഫീഖ് അനുഗ്രഹിക്കണേ തമ്പുരാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.